കായലിനരികെ കൊച്ചിക്കായലിനരികെ കൊടികൾ പറത്തി കുതിച്ചു പൊങ്ങിയ കമ്പനികൾ കച്ചവടത്തിന് കച്ചമുറുക്കി കനത്തു നിൽക്കും കമ്പനികൾ കായലിനരികെ ഈ കായലിനരികെ. ഹലോ ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്കൊരു അനദർ ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഇന്ന് നമ്മളൊന്ന് പുറത്തേക്ക് പോവാണ്. ഞാനും എൻ്റെ കസിൻസൊക്കെ കൂടി ഒരു സിസ്റ്റർ ഡേ ഔട്ടിന് വേണ്ടി പോവാണ്. നമ്മളെല്ലാവരും ഏകദേശം സെയിം യൂണിവേഴ്സിറ്റി ആയിരുന്നു. നമുക്ക് എക്സാംസ് ആണ്. ഒരാൾക്ക് എക്സാം കഴിയുമ്പോൾ അടുത്ത ആൾക്ക് എക്സാം, അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വന്നതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ കുറേ ആയി. അങ്ങനെ വെക്കേഷൻ കഴിയാറായി. അപ്പോൾ നമ്മൾ ലാസ്റ്റ് അങ്ങനെ പോവാമെന്ന് വിചാരിച്ചു. ഇവിടെ മെട്രോയിൽ ടിക്കറ്റ് എടുക്കാൻ വന്ന് കുറച്ച് ടൈം ലാഗായപ്പോൾ നമ്മൾ വിചാരിച്ചു ഓൺലൈനിൽ ബുക്ക് ചെയ്യാതെ. അങ്ങനെ അവിടെ പോയി ഇരുന്നിട്ട് ഓൺലൈൻ ബുക്ക് ചെയ്യണ കാഴ്ചയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് കൊച്ചിക്കാണ് കേട്ടോ ഗൈസ് പോണത്. അപ്പോൾ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ മുകളിലേക്ക് പോയി. മെട്രോ ഒരെണ്ണം പോയി രണ്ടെണ്ണം പോയി, നമ്മൾ കയറിയില്ല. നമ്മളവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണ തിരക്കിലായിരുന്നു. അത് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് ആയിട്ട്. അത് കാണാത്തവരാണെങ്കിൽ അതും പോയി കണ്ടുനോക്കണേ. അങ്ങനെ മെട്രോ വന്ന് നമ്മൾ അതിനകത്ത് കയറി. ഭയങ്കര ചൂടായിരുന്നു. കയറിയപ്പോൾ ഭയങ്കര ആശ്വാസമായിരുന്നു. അപ്പോഴാണ് ഗൈസ് എനിക്ക് ശരിക്കുള്ള പണി കിട്ടിയത്. അവിടെ കയറി മെട്രോയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഒരു കൊച്ചു വന്നിരുന്നു. ഞാൻ ഇന്ന് ഇട്ടേക്കുന്ന ഈ ഡ്രസ്സ് സുഡിയോന്ന് പർച്ചേസ് ചെയ്തതാണ്. അതേ സെയിം ഡ്രസ്സ് ഇട്ടാണ് ആ കൊച്ചു വന്നിരുന്നത്. അപ്പം മുതൽ എന്നെ ട്രോളാൻ വേണ്ടി തുടങ്ങിയതാണ്. രമേശിൻ്റെ കടയിൽ നിന്നല്ലേ വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ നമ്മൾ മഹാരാജ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. അവളുടെ എന്ത് ചെയ്തിട്ടും സ്കാൻ ചെയ്തിട്ട് ആവണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് വാട്ടർ മെട്രോ അങ്ങോട്ട് പോകാൻ വേണ്ടി പോയി. അതായിരുന്നു നമുക്കിന്ന് മെയിൻ ടാർഗറ്റ്, വാട്ടർ മെട്രോയിൽ കയറണം എന്നുള്ളത്. ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ ശരിക്കുള്ള പണി മനസ്സിലായത്. നമ്മൾ ശരിക്കും ഹൈക്കോർട്ടിൻ്റെ അവിടെ പോയിട്ടായിരുന്നു ഇറങ്ങേണ്ടത്. പക്ഷേ ഈ പുള്ളിക്കാരൻ നമ്മളെ കൊണ്ടാക്കിയത് മറൈൻ ഡ്രൈവിൻ്റെ അങ്ങേയറ്റത്ത് കൊണ്ടതായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നടക്കാനുണ്ടായി. എന്തോരം ഒരു 10-15 മിനിറ്റ് നടന്നിട്ടും എത്തുന്നുണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ തന്നെയാണ്, വെയിലാണെങ്കിലും നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇരുന്നും നടന്നും ഒക്കെ പോയി. ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇവിടെ നല്ല രസമായിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായി. പിന്നെ കുറേ നേരം നടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച്, ഇതിപ്പോൾ എന്തോരെന്ന് വെച്ചാൽ നമ്മൾ നടന്നത് നമുക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. ലാസ്റ്റ് എനിക്കറിയാമെന്ന് പറഞ്ഞാണ് ഞാൻ ഇവരെ വിളിച്ചുകൊണ്ട് വന്നത്. ലാസ്റ്റ് വഴി തെറ്റിയത് മനസ്സിലായപ്പോൾ ഇവരിട്ട് എന്നെ പഞ്ഞിക്കിടായിരുന്നു ഗൈസ്. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ നടന്ന് ലാസ്റ്റ് വാട്ടർ മെട്രോൻ്റെ അവിടെ എത്തി. പിന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ടിക്കറ്റ് എടുക്കണതിൻ്റെ അവിടെ വലിയ തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ടൈമിൽ കുറച്ച് പേരെയാണ് കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ടേണായപ്പോൾ നമ്മൾ കയറി. സീറ്റ് കിട്ടണേന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് ചാരി നിൽക്കാൻ പോലുള്ള സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 10-15 മിനിറ്റ് നമുക്ക് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടും. ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ സീറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ ചുമ്മാ നൈസായിരിക്കും, നമുക്ക് ചുമ്മാ ചിൽ ഔട്ട് ചെയ്തിരിക്കാം. പക്ഷേ ഇതിപ്പോൾ സീറ്റ് കിട്ടാത്തതിൻ്റെ സങ്കടമുണ്ട് നിങ്ങളീ കാണുന്നത്. ജസ്റ്റ് ഒന്ന് ഒരു സൈഡ് വ്യൂ പോലും കിട്ടിയില്ല ഇവർക്ക്. പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ പോയി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. കൊള്ളായിരുന്നു. പക്ഷേ സീറ്റ് കിട്ടാത്തതിൻ്റെ ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അറ്റ് ലാസ്റ്റ് അന്ന് ഞാൻ പോയപ്പോൾ ഞാൻ വൈപ്പിനിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ഡയറക്റ്റ് ഫോർട്ട് കൊച്ചി തന്നെ വന്നു. അതുകൊണ്ട് പിന്നെ ജങ്കാറ് കയറേണ്ട ഇതൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഫോർട്ട് കൊച്ചിയിലെത്തി. ഇതിക്കൂടെയൊക്കെ ചുമ്മാ തേരാപാര നടക്കൽ തന്നെയായിരുന്നു. അങ്ങനെ നടന്ന് നമ്മൾ ലാസ്റ്റ് അവിടെ അറേബ്യൻ പാലസ് ഉണ്ടെന്നുള്ള കാര്യം ഇന്ന് ചെന്നപ്പോഴാണ് അറിഞ്ഞത്. അറേബ്യൻ പാലസ് കണ്ടപ്പോൾ പിന്നെ മന്തി കഴിക്കാതെ പോരാൻ തോന്നിയില്ല. നമ്മൾ നേരെ അങ്ങോട്ടാണ് പോയത്. ഈ മുനിസിപ്പാലിറ്റിയുടെ അവിടെ എത്തിയപ്പോൾ എൻ്റെ പൊന്നു കഴിച്ച് എന്തൊരു സ്മെല്ലാണ് അവിടെ നിന്ന് പിന്നെ എങ്ങനെയോ രക്ഷപ്പെട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് അറേബ്യൻ പാലസിലേക്ക് കയറി. ഇവിടെ പിന്നെ പറയേണ്ട ആസ് യൂഷ്വൽ നല്ല അടിപൊളി മന്തിയായിരുന്നു. അവിടെ അത്യാവശ്യം കസ്റ്റമർ സർവീസും ഒക്കെ കൊള്ളായിരുന്നു. നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല. നമ്മൾ ഫുഡ് പറഞ്ഞ് കുറച്ച് നേരം നോക്കിയിരുന്നപ്പോഴത്തേക്കും സംഭവം വന്നിട്ടുണ്ടായി. അവിടെ നമുക്കൊരു സൂപ്പൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സൂപ്പ് എനിക്ക് ഇവിടുത്തെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ സൂപ്പ്. പക്ഷെ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്താണെന്നറിയില്ല. സാധാരണ ഇഷ്ടപ്പെടാറുണ്ട്, പക്ഷേ ഈ തവണത്തെ സൂപ്പ് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ സ്പൈസി മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സംഭവം വന്നു. പിന്നെ നമ്മൾ ഒട്ടും വെയിറ്റ് ചെയ്തില്ല. നമുക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. നമ്മൾ നല്ല എൻജോയ് ചെയ്ത് കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കുന്നുണ്ട്. നമുക്ക് അറൗണ്ട് 7 മണിക്കുള്ളിൽ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആകെ കുറച്ച് നേരം റിലാക്സ് ചെയ്തിരുന്നത് ഈ ഫുഡ് കഴിക്കുന്ന ടൈമിൽ മാത്രമാണ്. ഫുഡ് അത്യാവശ്യം കൊള്ളായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളവിടെ നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ജോസിനെ വിളിച്ചു വരുത്തി
ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് നാളുടെ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇന്നാണ് നടന്നത്. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 3 പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വിഴുങ്ങണത്. അങ്ങനെ ജോസിന്റെ ഫുഡ് ഇടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഈ ഒരു പാർക്കിലേക്കാണ് വന്നത്. അപ്പോൾ പറഞ്ഞു പാർക്കിൽ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയി. പിന്നെ ഈ ഓൾഡ് ഹാർബറിൻ്റെ അവിടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മൾ നേരെ ബീച്ച് സൈഡിലേക്കാണ് പോയത്. ബീച്ച് സൈഡിൽ നല്ല വെള്ളം കയറിയേക്കണം, നമുക്ക് ബീച്ചായിട്ട് ഇറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിലും ഇറങ്ങാൻ പറ്റിയ ബീച്ചല്ലല്ലോ ഫോർട്ട് കൊച്ചി. പിന്നെ നമ്മൾ കുറേ ക്ലിപ്സും ഒക്കെ ഉള്ള കടയിൽ പോയിട്ട് നമ്മൾ നല്ല പിൻട്രസ്റ്റി ആയിട്ടുള്ള ഈ ക്ലിപ്പിന് ഇവിടെ എത്രയാ 20 അത്ര എന്തോ പൈസ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ അതിൽ റേറ്റ് ആവാറുണ്ടല്ലോ. ഭയങ്കര വെയിലായിരുന്നു, അതുകൊണ്ട് തന്നെ കുട ചൂടിയിട്ടാണ് നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ഒരു മാങ്ങയുടെ സ്ഥലം കണ്ടപ്പോൾ അവിടെ പോസ്റ്റായി നിന്നു. ഇത് ഇപ്പോൾ എവിടെയും മാങ്ങ സീസണാണ്, പക്ഷേ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കഴിക്കുമ്പോൾ വേറൊരു ഇതാണല്ലോ. അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ മേടിച്ചിട്ട് കഴിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. സുമയെ മുൻകൂട്ടി കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു കുടയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ കയ്യിൽ കുടയില്ലാത്ത കാരണം പിന്നെ ഞാൻ തൽക്കാലം ഈ ക്യാപ്പ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഉമ്മച്ചിയുടെ പ്രിൻസസ് ആയാണ് ഉമ്മച്ചിക്ക് ഞാനൊരു ബാഗൊക്കെ ഗിഫ്റ്റായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് ബസ്സിനാണ് നമ്മൾ അടുത്ത മെട്രോ സ്റ്റേഷനിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഈ ബസ്സിൽ ഒന്നും പറയാനില്ല, നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് തന്നെ ഈ വ്യൂ ഒക്കെ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റ് മെട്രോ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും എല്ലാവരും നല്ല രീതിക്ക് ടയേർഡായിട്ടുണ്ടായിരുന്നു. ഹലോ, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ആകെ ടയേർഡായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഡേ ഔട്ട് വ്ലോഗൊക്കെ ആയിട്ട് വരാം. തിരിച്ച് ആലോചിച്ച് നമുക്ക് പോകാനായിട്ട് ഇവിടെ നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് കയറി നിന്നപ്പോൾ സിമൽജായൊക്കെ നല്ല ഉറക്കമായിരുന്നു. സുമയ പിന്നെ ഫോണുള്ള കാരണം അതിനകത്ത് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് എല്ലാവർക്കും സീറ്റെങ്കിലും കിട്ടി, എനിക്ക് പിന്നെ സീറ്റും കിട്ടിയിട്ടില്ലായിരുന്നു. അത് കാരണം ഞാൻ ആലുവ എത്തണ വരെ അവിടെ വിൻഡോസ് സൈഡിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു, സീറ്റില്ലാതെ. അങ്ങനെ ആലുവ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 5:30 ആ ഒരു ടൈം ആയിട്ടുണ്ടായി. ചായ കുടിക്കാൻ കയറിയിട്ട് പിന്നെ നമ്മളെല്ലാവരും ഷേക്സും ജ്യൂസൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഭയങ്കര ദാഹവും ടയർഡ്നെസ്സൊക്കെ ആയിരുന്നു. ബർഗറും ലോഡഡ് ഫ്രൈസും ഒക്കെയാണ്. ഇവിടെ ഒരു 49 ഷോപ്പാണ് കേട്ടോ. ഇവിടെ എന്തെടുത്താലും 49, അറൗണ്ട് 59 ഒക്കെയാണ്. ഈ ലോഡഡ് ഫ്രൈസിനൊക്കെ 49 റുപ്പീസാണ് ഉള്ളത്. പിന്നെ ഈ ബർഗറിന് 49 ആണ്. നമ്മളെടുത്ത ജ്യൂസിനും ഷേക്സിനും ഒക്കെ 59, 49 അത്ര അറൗണ്ട് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ബസ് സ്റ്റാൻഡിലേക്ക് വന്നു. നല്ല റെഡിഷ് കളറായിട്ടുള്ള സ്കൈ ഒക്കെ കണ്ടപ്പോൾ അതൊന്ന് ക്യാപ്ചർ ചെയ്തെടുത്തതാണ് കേട്ടോ. നമ്മൾ അറൗണ്ട് 7 ഉള്ളിൽ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്റ്റോപ്പിലെത്തി നടന്ന് നേരെ വീട്ടിൽ പോയി. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.